വിജിലൻസ് പിടിയിലായ കൊച്ചി നഗരസഭ പള്ളുരുത്തി സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പിടിച്ചുവച്ചിരിക്കുന്ന വ്യാപാരികളുടെ ലൈസൻസ് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PC സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് കൊച്ചി നഗരസഭ പള്ളുരുത്തി സോണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഡിസംബർ 6-ാം തീയതി ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം 3 പേരെ വിജിലൻസ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ തുടർന്ന് ഇവിടെ നാഥനില്ലാത്ത ഒരു ഓഫീസായി മാറിയിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഈ ഉദ്യോഗസ്ഥർ ഇന്ന് പകരമായി ഇവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല. 9-ാം ഹെൽത്ത് സർക്കിളിൽ നിന്നും വിജിലൻസ് പിടിയിലായ ഉദ്യോഗസ്ഥർക്ക് പകരക്കാരെ നിയമിക്കുക, മാലിന്യ ശേഖരണത്തിന്റെയും നിരോധിത പ്ലാസ്റ്റിക്കിന്റെയും മറവിൽ ശുചീകരണ തൊഴിലാളികളെ ഇടനിലക്കാരാക്കി ഹെൽത്ത് ഉദ്യോഗസ്ഥർ വ്യാപാരികളെ പീഡിപ്പിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു ധർണ. നടപടി നേരിട്ട ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ചിരിക്കുന്ന ലൈസൻസുകൾ ഉടൻ തന്നെ ലഭ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ ഉദ്ഘാടനം ചെയ്തു. കിട്ടുന്ന ടാക്സ് കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ പുലർത്തുന്ന ഒരു വിഭാഗത്തെ പോലും അവഗണിച്ചുകൊണ്ട് കൈക്കൂലിക്കും അതിന് അരങ്ങു വാഴുന്ന ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാവരും കൈക്കൂലിക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ കൈക്കൂലിക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ജില്ലാ സെക്രട്ടറി KA ജോസഫ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ജോസ്, ഇടക്കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് റിഡ്ജൻ റെബല്ലോ, യൂണിറ്റ് ഭാരവാഹികളായ KP ജെയിൻ, TM ഇബ്രാഹിം, KS അജിത് കുമാർ, VE മാത്യു, KU ജബീബ്, PA ഷാനവാസ്, V ഉദയൻ, KU സുധീർ, മിൽട്ടൺ ഡിക്കോത്ത, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി PP വിനീത, യൂണിറ്റ് പ്രസിഡന്റ് അന്ന ബാബു എന്നിവർ സംസാരിച്ചു. ലൈസൻസ് പുതുക്കി കിട്ടുന്നില്ല, ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ട് കുത്തക കമ്പനികളും അതേപോലെ ഓൺലൈൻ കമ്പനികൾക്കും പരവതാനി വിരിച്ചുകൊണ്ട് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും മുമ്പോട്ട് വരുമ്പോൾ സാധാരണ ചെറുകിട വ്യാപാരികളെ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്ത രീതിയിലാണ് ഈ സോണൽ ഓഫീസും പ്രവർത്തിക്കുന്നത്. ഈ സോണൽ ഓഫീസിൽ നിന്ന് അഴിമതി കാരണം പുറത്താക്കിയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വെക്കാത്ത മൂലം സാധാരണക്കാരായ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കി കിട്ടുന്നില്ല. ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് ഞങ്ങളൊന്ന് പറയുവാണ്, ഈ ലൈസൻസ് പുതുക്കി കിട്ടാണ്ട് ഈ 30-ാം തീയതി കഴിഞ്ഞ് എന്തെങ്കിലും ഫൈൻ അടയ്ക്കുകയോ എന്തെങ്കിലും പ്രതിഷേധമായി വ്യാപാരികൾക്ക് നേരെ വന്നാൽ ശക്തമായ പ്രതിഷേധമായി യൂത്ത് വിംഗ് രംഗത്തിറങ്ങുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ വിപുലമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുൻപോട്ട് വരും എന്ന് ആവർത്തിച്ചുകൊണ്ട്, ഈ വ്യാപാരികളുടെ കാശ് കൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗത്തിനും ഇവിടെ ഭരണവർഗത്തിൽ ഇരിക്കുന്നവര് ഈ റോഡിലൂടെയെല്ലാം അവരുടെ ഔദ്യോഗിക വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും കൊച്ചി നഗരസഭയുടെ മണിസൗധത്തിൽ കയറിയിരുന്ന് അവര് ഭരണം നടത്തുമ്പോഴും ഇതെല്ലാം ഇവിടുത്തെ ചെറുകിട വ്യാപാരികളുടെ പോക്കറ്റിലുള്ള കാശെടുത്തുകൊണ്ടാണ് നടത്തുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന നമ്മുടെ നാട്ടിൽ ഒരു സമരവുമായി ഇറങ്ങിയാലോ അവര് പുതുവത്സരാഘോഷമാണെങ്കിലും ക്രിസ്മസ് ആഘോഷമാണെങ്കിലും അവരുടെ ക്ലബ്ബുകളുടെ വാർഷികാഘോഷമാണെങ്കിലും ഇതെല്ലാം നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരിക്കുന്നതും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരിക്കുന്നതുമെല്ലാം ഈ വ്യാപാരികളുടെ പോക്കറ്റിൽ നിന്നും എടുക്കുന്ന തുക കൊണ്ടാണ്. അല്ലാതെ ഈ വ്യാപാരികളുടെ കയ്യിൽ നിന്ന് അല്ലാതെ ഒരാളുടെയും കാശ് ഇവർക്കാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഒന്നോർക്കണം, ഈ നാടിന്റെ ഖജനാവിലേക്ക് 70% ഫണ്ട് കൊണ്ടുവന്നെത്തിക്കുന്ന ചെറുകിട വ്യാപാരികളെ അവഗണിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഏതെങ്കിലും ഭരണവർഗം മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാല് അത് നിങ്ങളുടെ മിഥ്യാധാരണകൾ മാത്രമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഈ വർഷം മുതൽ സംസ്ഥാന വ്യാപകമായി KS സ്മാർട്ടിലൂടെ ഏകജാലക സംവിധാനത്തിലൂടെ ലൈസൻസുകൾ പുതുക്കി നൽകുവാൻ സർക്കാർ തീരുമാനിച്ചത് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ മാഫിയ എന്നറിയപ്പെടുന്ന അഴിമതിക്കാരായ ഒരു കൂട്ടം വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണ് നമ്മെല്ലാം നടക്കുന്നത്.
നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.